ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ പുതിയ ചാനലാണ്. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ട് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. 2025 ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമാണ് തുടരും. നമ്മുടെ ലാലേട്ടനാണ് ചിത്രത്തിലെ നായകൻ. തുടരും എന്ന സിനിമയിലെ ഒരു സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകാം. ഫർഹാൻ ഫാസിൽ, ഫഹദ് ഫാസിലിന്റെ അനിയൻ. ഓ, പ്രകാശ് വർമ്മ, ജോർജ് സാർ, ബിനു പപ്പു. ഇന്ന് രാത്രി കോട്ടയം ക്യാമ്പിൽ നിന്ന് 5-6 പോലീസുകാർ നമ്മുടെ സ്റ്റേഷനിൽ നീ അവിടെ ഉണ്ടാവണം. യൂണിഫോം വേണ്ട. കോട്ടയം ക്യാമ്പിൽ നിന്ന് എന്തോന്നു നിങ്ങൾ ഒരുമാതിരി മറ്റേ വർത്താനം പറയുന്നത്. നിങ്ങൾ പെൻഷൻ അടിച്ച് ഡിവൈഎസ്പി വീട്ടിൽ പോയിരിക്കും. ഞാൻ പൊട്ടണമൊന്നുമല്ല. ആ ട്രോഫി അടിച്ച് എന്റെ തലക്കിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നാളിങ്ങനെ നീ വാലാട്ടി നടക്കും. നിന്റെ തോളത്തെ മേലെ കുറച്ച് കാര്യം. നീയാണ് ഇൻസ്പെക്ടർ. ഓ, അടുത്ത ഇൻസ്പെക്ടർ. നൈറ്റ് മുഴുവൻ ടൗണിൽ പെട്രോളിംഗ് വേണം. അനുമേ സിയാന്റെ ജീപ്പ് എടുത്തോ. ചെല്. നീ വീട്ടിൽ പോക്കോ. സുധീഷ് ഒന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കും. എന്നാലും ഞാൻ വിളിച്ചോളാം. സുധീഷ്, ഫർഹാൻ ഫാസിൽ. ഓ, എന്തോ പോലത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മൊത്തം പോലീസുകാരെ മാറ്റുന്നു, വേറെ ടീം വരുന്നു. CCTV. ഓ, CCTV മൊത്തം ഓഫാക്കിട്ടോ പോലീസ്. ഓ, ശ്രീജിത്ത് രവി. ക്ലോസ് ചെയ്തല്ലോ. തുണി. ബെൻസ്. ഓ, ലാലേട്ടൻ ഒറ്റയാൻ. നിന്റെ ദാഹവും വിശപ്പൊക്കെ എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയണ. ചരിയും മുന്നേ നീ ഇതും കൂടി കേട്ടോ. നിന്റെ മകനെന്താ പറ്റിയെന്ന്. നീ നിന്റെ നാട്ടുകാരോടും കൂട്ടുകാരോടും നിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ ആ കുട്ടിയാനെ ഇല്ലേ, ആ കുട്ടിയാനൊക്കെ ഞങ്ങൾ ഒരു ഉഗ്ര കെണി വെച്ചു. ഓ, ചാകാൻ തയ്യാറായി ഒരുത്തം കെണിയിലേക്ക് കയറി വന്നതാ. ഓ, കൊന്നു. കാട്ടിലെ രാജാവല്ലടാ കൊന്നത്. കാട് മുഴുവൻ കൂടെ നിന്നു. എതിരാണല്ലോ മനസ്സിലായി. ഞങ്ങൾ കൊന്നത്
രാജാവ് നിന്നെ കൊണ്ട് തന്നെ തീറ്റിച്ചു. ഓ ഇനിയിപ്പോ ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏത് ഒറ്റക്കൊമ്പം വന്നാലും കൊല്ലും. ഓ അതാണ് ഈ സീന്. കാട്ടിലെ നിയമം. ഓ ഓ അടിപൊളി. ഓ ഓ എന്താ ആ നിർത്തണല്ലോ. മുരുകാ, അടിപൊളിട്ടോ, സൂപ്പർ സീന്. ഓ എന്താ ഫൈറ്റ്. ഓ ആ BGM ഒരു രക്ഷയില്ലല്ലോ. ജെയ്ക്സ് ബിജോയ്. ആ ഇതിലും മ്യൂസിക് കേട്ടോ BGM. ഓ ലോലന്റെ കണ്ണുകളല്ലോ എന്താ. ഓ ആ ഓ ലോക്ക് ഇട്ടു. മരുന്ന് പൊളിക്കൂ. ശ്രീജിത്ത് രവി. പൊളിക്കൂ തന്നെ സൗണ്ട് സാറേ. ആരോഗ്യമുള്ളവരെ കെട്ടി തൂക്കണ്ടേ, അപ്പൊ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാവും. പക്ഷെ ഉള്ളിൽ നടക്കുന്ന വേറെ എന്നുള്ളൂ. ഓ ഓ ഒരു രക്ഷയില്ലട്ടോ സീന്, വേറെ ലെവല്. തിയേറ്റർ ഇളക്കി മറിച്ച സീനത്. മെയ്മയക്കെന്ന് പറഞ്ഞാല് ഉള്ളിൽ കേട്ടോ ആ ചാട്ട ഇത് ഈ പ്രായത്തില്. ഓ ചാവിക്ക്. ഓ എന്തിനാടാ എന്റെ മോനെ? എന്റെ മോനെ എന്തിനാടാ? ആ ഓ ആ ഓ നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ, മറ്റാ വീണ്ടും ആ എന്താ പറയാ, അടിപൊളി എന്ന് പറഞ്ഞ പറയാൻ വാക്കുകളില്ല. അതുപോലത്തെ ഒരു സീനായിരുന്നു. ഒരു തുടർന്ന് വന്ന സിനിമയിൽ ഒരു മാസ് സീനെ കണ്ട് എടുത്തു പറയേണ്ട ഈ ഫൈറ്റിൽ നമ്മളെ ലാലേട്ടൻ്റെ മെയ് വൈക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റണ്ട്
സിൽവയാണ്. അദ്ദേഹം തന്നെയാണ് നമ്മളെ ലൂസിഫറും എമ്പുരാനൊക്കെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ള ആള്. സ്റ്റണ്ട് മാസ്റ്റർ. നല്ലൊരു സിനിമയാണ്. 2025 ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ കൂടിയാണ് ഈ സിനിമ. കാരണം 28 കോടി രൂപയായിരുന്നു ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 240 കോടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് തുടരും. അതുപോലെ ലാലേട്ടനായിരുന്നു ഇതിൻ്റെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ള ലാലേട്ടൻ. പ്രകാശ് വർമ്മയായിരുന്നു ജോർജ് സാറായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ബിനു പപ്പു, ശോഭന, അങ്ങനെ ഒരുപാട് താരങ്ങൾ, മണിയമ്പിളി രാജു, ഒരുപാട് താരങ്ങൾ, ഇർഷാദ്, അങ്ങനെയൊക്കെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുള്ളൊരു സൂപ്പർ മൂവിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സീനിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫർഹാൻ ഫാസിലും ബിനു പപ്പു, അതുപോലെ നമ്മളെ പ്രകാശ് വർമ്മ, മോഹൻലാൽ, ഇവരായിരുന്നു. അതുപോലെ ശ്രീജിത്ത് രവിയും ഉണ്ടായിരുന്നു കൂടെ. നല്ലൊരു സൂപ്പർ ഫൈറ്റ് സീനായിരുന്നു. അതുപോലെ നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.